നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടീമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി PSG ശ്രമങ്ങൾ നടത്തുന്നു, അതിൻ്റെ നെഗോസിയേഷൻസ് നടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫബ്രീസ് ഹോക്കിൻസിനെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്തു അങ്ങനെയൊന്നുമില്ല, അത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ്. ഫബ്രീസിയോ റൊമാനോയൊക്കെ അതിനുശേഷം ആ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ RMC സ്പോർട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നാസർ അൽ ഖലീഫിയോട് തന്നെ അവർ ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള റൂമറുണ്ടല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗ്രേറ്റ് പ്ലെയറാണ്, പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള ഒന്നുമില്ല, ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നീക്കം നടത്തിയിട്ടില്ല. PSG-യുടെ പ്രസൻറ്റ് പ്രൊജക്റ്റിന് വേണ്ട തരത്തിലുള്ളൊരു കളിക്കാരനല്ല ക്രിസ്ത്യാനോ. ഈസ് നോട്ട് ദി കൈൻഡ് ഓഫ് പ്ലെയർ വി വാണ്ട് ഫോർ അവർ പ്രസൻറ്റ് പ്രൊജക്റ്റ്. അതുകൊണ്ട് തന്നെ CR7 ഞങ്ങളൊരു കോൺടാക്റ്റും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നാസർ അൽ ഖലീഫി പറയുന്നത്. CR7 ഗ്രേറ്റ് പ്ലെയർ ആണെന്ന് സമ്മതിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പ്രൊജക്റ്റിൽ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു താരത്തിന് ഇടമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരൊക്കെ ഈ വിഷയത്തിൽ പറയുന്നത്, ക്രിസ്ത്യാനോ സൗദി അറേബ്യ വിട്ടു പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം അവിടെ ഹാപ്പിയാണ്. എന്നിരിക്കെ ചില ജേർണലിസ്റ്റുകൾ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ, അതായത് PSG-യുമായിട്ട് നെഗോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു വരും, അതിനുശേഷം അദ്ദേഹത്തെ അവർ റിജക്റ്റ് ചെയ്തു എന്ന തരത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിലർ മനഃപൂർവ്വം ഇത്തരം വാർത്തകൾ പടച്ചു വിടുന്നത് എന്നാണ് CR7 ആരാധകരുടെ പ്രതികരണം. എക്സിലൊക്കെ അത് വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ക്രിസ്ത്യാനോ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സൗദി അറേബ്യയിൽ കളിക്കാൻ കഴിയുന്നതിൽ താൻ വളരെയധികം ഹാപ്പിയാണ്, ഒരു ഹോണറാണ് സൗദിയിൽ അവിടെ എത്തി ആദ്യ സൂപ്പർ താരമാവാൻ കഴിഞ്ഞതിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സംതൃപ്തനാണ്. ഏതായാലും കോൺട്രാക്റ്റ് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും CR7 അവിടെ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.